നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ അമർത്തുക. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിനകത്തോട്ട് ചേർക്കാം. തൊലിയോടുകൂടിയുള്ള മാങ്ങയാണ് ഇത് കറിക്ക് എടുക്കേണ്ടത്. മാങ്ങാണ്ടി കളയേണ്ട ആവശ്യമില്ല. 1 കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കല്പം കറിവേപ്പില ചേർക്കാം. 200 ഗ്രാം ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പ് ചേർക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം ഒന്ന് വഴന്നു വരട്ടെ. നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്പസമയം കഴിയുമ്പോൾ ഈ മാങ്ങ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും. ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടിയുടെ പകുതി അളവാണ് മുളക് പൊടി ചേർക്കേണ്ടത്. ആവശ്യത്തിന് മഞ്ഞളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഗ്രാം ശർക്കരയും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം. അല്പസമയം കഴിഞ്ഞ് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത്. നമുക്ക് ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയൊന്ന് തിളച്ച് കുറുകി വരട്ടെ. മാങ്ങ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്.